My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. I know that ഞാൻ നിങ്ങളെ കുറേ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി. റിയലി സോറി ഫോർ ദാറ്റ്. സോ ആസ് ഐ മെൻഷൻഡ് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള തിരക്കിലായിരുന്നു. ബട്ട് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട്. സോ ഇന്ന് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി റീഡിങ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മെസ്സേജ് സോ മേ ബി ലൈക്ക് ഇറ്റ്സ് യുവർ സൈക്കിക് മെസ്സേജ്. ഓൾ റൈറ്റ്, മേ ബി ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ആരൊക്കെയോ കേൾക്കേണ്ടതായിട്ടുള്ള മെസ്സേജ് ആണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ അത് ശരിയായിട്ട് ഈ കാര്യം ചെയ്യാം, ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്, സംഭവിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ ചെയ്തു തുടങ്ങാൻ ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക ഈ ഒരു ടൈമിൽ, അതിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പിറകെ സംഭവിച്ചോളും. ഓൾ റൈറ്റ്. സോ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ്, അറ്റ്ലീസ്റ്റ് കുറച്ച് ആളുകൾക്കെങ്കിലും. കാരണം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ടേബിൾ ഉണ്ടാവണമെന്നില്ല. ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പിറകെ സംഭവിച്ചോളും. ഈ ഒരൊറ്റ മെസ്സേജ് തരാനാണ് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ സ്പിരിറ്റ് മെസ്സേജ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഫോർ യു. ഓൾറൈറ്റ്, സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കണം എന്ന് വിചാരിക്കുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ കൊണ്ട്, നിങ്ങളുടെ പാരന്റ്സിനെ കൊണ്ടോ, നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ കൊണ്ടോ, നിങ്ങളുടെ വീടോ, അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം ചില ആളുകൾ വളരെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ബട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉണ്ടാകുന്ന ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളത് എന്റർടൈൻ ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതും നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് സിറ്റുവേഷൻ ഡീൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആളുകളോ സിറ്റുവേഷനോ, നിങ്ങളുടെ വീടായിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുപാടായിക്കോട്ടെ, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാൻ സാധിക്കുക, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. മേ ബി ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള ഒരു സമാധാനം നിങ്ങൾ കീപ്പ് ചെയ്യാന്നുള്ളതായിരിക്കാം. ഓക്കെ, പല ആളുകൾക്ക് മേ ബി ചില ആളുകൾക്ക് നിങ്ങൾ ഫിസിക്കലി വരെ ഹേർട്ട് ചെയ്യാൻ പറ്റായിരിക്കാം. പക്ഷെ അത് മനസ്സിലേക്ക് എടുക്കണം, അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. റൈറ്റ്. സോ നിങ്ങൾ സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആയിട്ട് ഡീൽ ചെയ്ത് തുടങ്ങുക. ഇനി നിങ്ങൾ പറയരുത് പാർട്ട്ണർ ഇങ്ങനെയാണ്, എന്റെ വൈഫ് ഇങ്ങനെയാണ്, ഹസ്ബൻഡ് ഇങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെയാണ്, പാരന്റ്സ് ഇങ്ങനെയാണ്, വീട് ഇങ്ങനെയാണ്, നെയ്ബേഴ്സ് ഇങ്ങനെയാണ്. നോ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഉള്ള ഒരു ടൈമാണ് ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടത്. സോ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള കളക്റ്റീവ് മെസ്സേജ്? ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്. സോ ചിലത് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ആങ്കർ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാന്നേ ഉള്ളൂ. നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ദേഷ്യം പിടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി നിങ്ങൾ അത്രയും ദേഷ്യം വന്നിട്ടും നിങ്ങൾ അത്ര എക്സ്പ്രസ് ചെയ്തിട്ടും സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ പോയിന്റ് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരേ സെയിം കാര്യത്തിനോട് ദേഷ്യം പിടിക്കുന്നതിൽ, അല്ലേ? സോ ചിലത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ എടുക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അവിടെയാണ് ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ, മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം ട്രിഗർ ചെയ്യുന്ന ആളുകൾ സറൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടായിരിക്കണം, ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കണം, പക്ഷെ അറ്റ്ലീസ്റ്റ് അവരുടെ മുന്നിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കാം. അത് ആരോഗ്യട്ടെ, നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അതാണ്. നിങ്ങളുടെ ആങ്കർ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഇങ്ങനെ ഹീറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്.
ഓൾറൈറ്റ്. അത് മേ ബി ലൈക്ക് ചില ആളുകൾക്ക് വളരെ കുറെ കാലമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള ഒരു കാര്യമായിരിക്കാം അല്ലെ, തൊട്ടനും പിടിച്ചനും ഒക്കെ ദേഷ്യം വരുന്ന ആളുകളായിരിക്കാം. സോ ഇവിടെ എനിക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ആങ്കറിന്റെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വന്ന സമയത്ത്. സോ ഞാൻ എന്റെ ലൈഫിന്റെ ഒരു ലൈക്ക് മേജർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്താണ് എനിക്ക് ദേഷ്യം, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ദേഷ്യം വരാൻ തുടങ്ങിയത്. സോ നമ്മൾ പറയല്ലോ ഫെമിനിന്റെ ആ ഒരു രൗദ്രഭാവം എന്ന് പറയല്ലോ. സോ ലൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ആങ്കർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. സോ ഐ നോ ദാറ്റ് അത് എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ളത്. റൈറ്റ്. സോ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ചില സമയത്ത് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇതിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, നമ്മൾ പറയും നമ്മൾ ഒരുപാട് ഒച്ചിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതും നമ്മൾ കേൾക്കേണ്ട ആളുകൾ നമ്മളെ കേൾക്കാണ്ട് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നില്ല, നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നൊരു പ്ലേസിലാണ് നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും നമ്മൾ ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സിറ്റുവേഷൻ കുറെ കൂടെ കാമായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുക. എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നില്ല അല്ലെ. നിങ്ങൾ കുറെ കൂടെ നിങ്ങളെ കാം ആക്കുന്ന, കൂൾ ആക്കുന്ന കാര്യങ്ങൾ, കുറച്ചുകൂടെ റെജുനേറ്റ് ആക്കുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനത്തെ പ്ലേസിൽ പോവാ, നിങ്ങളുടെ മൈൻഡ് അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഷവർ ചെയ്യുന്നത് നല്ലതാണ്, കുളിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. വെള്ളം കാണുക, വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കൊണ്ടുവരാനും നിങ്ങളുടെ എനർജിയിൽ, ഇമോഷൻസിൽ ഒക്കെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലോ കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടി നേച്ചറിലേക്ക് ഇറങ്ങി വരിക, പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കൊക്കെ വരുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളെ ചില പ്ലേസിൽ നിന്ന്, ചില സിറ്റുവേഷന്, നിങ്ങളുടെ ഇതുപോലത്തെ ഇമോഷൻസ് നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് പ്രോബബ്ലി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഈവൻ നിങ്ങൾ അങ്ങനത്തെ പ്ലേസിൽ പോയിരുന്നാൽ പോലും നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. സോ വളരെ ഈസി ആയിട്ടുള്ള യാത്രകളിലേക്കൊക്കെ വരുന്നത് നല്ലതായിരിക്കാം. നിങ്ങളുടെ അടുത്തടുത്തുള്ള പ്ലേസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സ് സമാധാനമാക്കുന്ന ചില കാര്യത്തിലേക്ക് വരിക. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഈ റീഡിംഗ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ടേക്ക് എ ഡീപ് ബ്രെത്ത്, എന്നിട്ട് അത് എക്സൈൽ ചെയ്ത് കളയുക. എക്സൈൽ ചെയ്ത് കളയുന്ന സമയത്ത് നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഹെവി ആയിട്ട് കിടക്കുന്ന ഒരു ഇമോഷൻസ്, അതൊക്കെ നിങ്ങളുടെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിൻ്റെ കൂടെ പോവാണെന്ന് വിചാരിക്കാം. ടേക്ക് ഇറ്റ് ഈസി ഗൈസ്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ മിഡ് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, മെൻ, ഓക്കെ, ഐ ക്യാൻ സീ ദാറ്റ് ഏതൊക്കെയോ നിങ്ങൾ മിഡ് ഏജ് ആയിട്ടുള്ള മെൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മാൻ, masculine, I can understand, all right. So ചില ആളുകളുടെ സിറ്റുവേഷൻ ഐ ക്യാൻ സീ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. ഓക്കെ, എവിടെയെങ്കിലും തനിയെ പോയിരുന്ന് കരയുക, തനിയെ പോയിരുന്ന് സെൽഫായിട്ട് സംസാരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളല്ല കേൾക്കേണ്ടത്, നിങ്ങളെ കേൾക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, കേൾക്കുക നിങ്ങളെ. ഓക്കെ, മനസ്സിലാക്കാൻ ശ്രമിക്കുക, കാമായിട്ട് വെക്കുക, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സഫറിങ് ഇൻ സൈലൻസ്, ഇറ്റ്സ് ദാറ്റ്സ് ദ റീസൺ നിങ്ങൾ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നതും ആങ്കറും ഒക്കെ വരുന്നത്. വളരെ ഡിസ്റ്റൻസ്ഡ് ആയിട്ട് തോന്നുകയാണ് അല്ലെ. ഈവൻ നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചില ആളുകളുമായിട്ട് വലിയൊരു അകലം ഫീൽ ചെയ്യാണ്. മേ ബി അതൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ സങ്കടം, പേടി, ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. സോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, ഒന്നും റഷ് ചെയ്യരുത്. ഒന്നും ഈ ഒരു ടൈമിൽ നിങ്ങൾ തിരക്ക് പിടിച്ച് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാൻ, കൂട്ടിമുട്ടിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യരുത്. അത് നിങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുള്ളൂ. ഓക്കെ, ഈ ഒരു ദേഷ്യത്തിന്റെ ടൈമിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമോഷൻസിന്റെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊന്നും സെറ്റ് ആവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങളുടെ ഒരു ഇമോഷൻസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൈൻഡ് കാമാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു സമയത്ത് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ? വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ? സീ കം ഓൺ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തല ചൂടാക്കി വെച്ചിട്ടുള്ളത് നോക്കൂ. മെന്റൽ കോൺഫ്ലിക്റ്റ് കൊടുക്കുകയാണ്, ദേഷ്യം, അഗൈൻ
ദേഷ്യം നിങ്ങൾ ഡെഫിനറ്റ്ലി കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദേഷ്യം ഓർ ലൈക്ക് എന്താണ് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ബേൺ ചെയ്യുന്ന ഇമോഷൻസ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ അതാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒന്ന് ഓക്കെ ആവാന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷൻസ് ഡിഫറെന്റ് ആയിട്ട് ഡീൽ ചെയ്യുക, അതിനെ കാമാക്കി വെക്കുക. ഓക്കെ, ആൻഡ് മേ ബി ഇപ്പം ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാം അല്ലെ, എന്നിട്ട് വേണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുടങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. സോ എന്താണോ നിങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചത് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റുമോ അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ മെസ്സേജസ് ലൈക്ക് ചില ആളുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി കേൾക്കേണ്ട ഒരു മെസ്സേജ് ആണ്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ കാര്യങ്ങളൊന്ന് ബാലൻസ് ചെയ്യാൻ, നിങ്ങൾ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ബേസ് ഉണ്ടാക്കിയെടുക്കുക, ഒരു അടിത്തറയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളിപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ റഷ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വിളിച്ച് വലിച്ച് അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അത് വെക്കാനുള്ളൊരു ബേസ് ഇല്ല ഇൻ ദി സെൻസ് നിങ്ങൾക്ക് അതിനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. അല്ലെങ്കിൽ ചില നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇമോഷനിലൂടെ പോകുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങളുടെ ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ലാക്നെസ് ആയിക്കോട്ടെ, ചിലത് വന്നാൽ ഇതൊക്കെ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് വന്നാലും നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം, ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, ശാന്തമായിട്ട് നിൽക്കുക, കാം. ഓക്കെ, ആ ഒരു ടൈമിലാണ് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരു അടിത്തറ നിങ്ങൾക്ക് തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിട്ട് ആ ഒരു ടൈമിൽ തോന്നുക. നിങ്ങളൊന്ന് കാം ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് വേണ്ട ആൻസർ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവുക. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ആലോചിച്ച് സങ്കടപ്പെടുന്നത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അല്ലേ അപ്പൊ നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു ഫ്രസ്ട്രേഷൻ അല്ലേ നിങ്ങൾ എടുക്കുന്നത്. ചില ആളുകൾ എന്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത്, എന്തില്ലാന്ന് ആലോചിച്ചിട്ടാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത്, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്, അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര ഒരു ഡ്രാമ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക, ട്രാൻസ്ഫോം. ഫസ്റ്റ് യു നീഡ് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ്. നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ കാര്യങ്ങൾ എടുക്കുന്ന രീതി, ഓക്കെ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക ഈ ഒരു ടൈമിൽ. അതിലേക്കൊക്കെയാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു ടൈമിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ബ്ലെസ്സിങ് വരിക, ഒരു വെളിച്ചം വരിക. ടൈം കൊടുക്കുക, പേഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇങ്ങനത്തെ ഇമോഷൻസ് അല്ലാതെ നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു ടൈമിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്, ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നത്, ഒരുപാട് കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നത്, ദേഷ്യം, സങ്കടം, വെറുപ്പ്, മേ ബി അത് ലൈക്ക് നിങ്ങൾക്ക് മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇതുപോലത്തെ ഒരു ഇമോഷണൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ചില കാര്യങ്ങൾ കിട്ടിയിട്ടില്ല, ഇല്ലല്ലോ, വരില്ലല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് വരുന്നുണ്ടായിരിക്കുക. എന്ത് റീസൺസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്ന കാര്യം എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. സോ യു ഷുഡ് ഹാവ് ദി ട്രസ്റ്റ് ഓൺ ദാറ്റ്. ഓക്കെ, സോ സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, പല പല വികാരങ്ങളായിക്കോട്ടെ, അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ഗോൺ ഹെൽപ്പ് യു. റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.